കന്യാസ്ത്രീമാർ ജയിലിൽ ക്രൈസ്തവ വേട്ട തുടർന്ന് സംഘപരിവാർ. ഛത്തീസ്ഗഡിൽ ബി.ജെ.പി. സർക്കാർ ജയിലിലടച്ച കന്യാസ്ത്രീകൾ എൻ.ഐ.എ. കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ബിലാസ്പൂരിലെ പ്രത്യേക എൻ.ഐ.എ. കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. സിബി വിശദാംശങ്ങളുമായി ചേരുകയാണ്. സിബി, പുതിയ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എൻ.ഐ.എ. കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. മുൻപ് ജാമ്യം തള്ളുകയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, എന്തായാലും ഈ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ എൻ.ഐ.എ. കോടതിയിൽ ഈ ജാമ്യാപേക്ഷ രാവിലെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും ആ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്ററിൻ്റെ സഹോദരൻ കൂടിയായ ബൈജു ഉണ്ട്. എന്താണ് ഇപ്പോഴത്തെ കേസിൻ്റെ അവസ്ഥ എന്നാണ് പറയുന്നത് അഭിഭാഷകൻ? എൻ.ഐ.യിൽ നമ്മൾ രാവിലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഉച്ചയോടുകൂടി അറിയാൻ പറ്റുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും തീരുമാനമാവും. അതല്ലെങ്കിൽ പിന്നെ തുടങ്ങി കൊടുക്കാൻ നിർവാഹമുള്ളൂ. ആദ്യം കുഴപ്പമുണ്ടായോ? ഇല്ല, അത് എല്ലാവരും നിയമവിദഗ്ധരായിട്ട് ആലോചിച്ചതിന് ശേഷം എന്തായാലും അത് തന്നെയാണ്. ഇപ്പോൾ സിസ്റ്റർ ജയിലിൽ കഴിയുന്ന സിസ്റ്റർ പ്രീതി മരിയയുടെ സഹോദരൻ കൂടിയാണ്. ഈ രീതിക്ക് ഇപ്പോൾ ജാമ്യാപേക്ഷ ഇപ്പോൾ എൻ.ഐ.എ. കോടതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാടാണ് ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടതുപക്ഷ വലതുപക്ഷ എംപിമാർക്കൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ കൂടി ഉണ്ട് ക്രൈസ്തവ സഭയ്ക്ക്. എങ്കിൽ പോലും ഇന്നിപ്പോൾ രാവിലെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വീണ്ടും പ്രതികരിച്ചത് നിയമത്തിന് വഴിക്ക് പോകുമെന്നാണ്. എന്തായാലും ആശങ്കയുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ നിയമപരമായ പോരാട്ടത്തിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ പ്രത്യേക എൻ.ഐ.എ. കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്നോ നാളെയോ ആ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നാളെ ഇന്നോ ഈ പരിഗണിക്കുകയും ജാമ്യാപേക്ഷ ലഭിക്കാതിരുന്നാൽ തിങ്കളാഴ്ച കൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവുമുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് നിയമപരമായ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഇന്ന് പ്രത്യേകം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എൻ.ഐ.എ. കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കോടതി ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ്. എപ്പോഴാണ് കോടതി ഇത് പരിഗണിക്കാൻ സാധ്യതയുള്ളത്? ഒന്നാമത്തെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ജയിലിലെത്തി കന്യാസ്ത്രീമാരെ ആശ്വസിപ്പിക്കാൻ, അവരെ കാണാൻ എല്ലാവരും ഒപ്പമുണ്ട് എന്നവരോട് പറയാൻ ഇന്ന് ഏതൊക്കെ നേതാക്കൾ, ജനപ്രതിനിധികൾ ഇവരൊക്കെയാണ് ഇപ്പോൾ സിബിയുള്ള ഛത്തീസ്ഗഡിലെ ആ ജയിൽ പരിസരത്തേക്ക് വന്നത് കേരളത്തിൽ നിന്ന്? ശരത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ദുർഗ് ജില്ലാ ജയിലിലെ ഈ ജയിലിലാണ് കന്യാസ്ത്രീമാരുള്ളത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഇനി ഈ ജാമ്യാപേക്ഷ അത് ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേസിന് നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കേസ് ഡയറിയും മറ്റും ഹാജരാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച ഒരു സമയം ഈ എൻ.ഐ.എ. കോടതി പ്രവൃത്തി ദിവസമാണ്. ആ ഒരു സമയം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ കേസ് ഡയറി പോലീസ് ഹാജരാക്കുമെന്നൊക്കെ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാളെ ാനുള്ള സാധ്യതയാണ് ഇവർ പറയുന്നത്. ഇതിൽ ആ എൻ.ഐ.എ. ആക്ട് 143 എന്ന ആക്റ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ.ഐ.എ. കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ ഈ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ എതിർക്കില്ല എന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ദുർഗ് ജില്ലാ ജയിലിലേക്ക് ഇന്ന് കന്യാസ്ത്രീമാരെ കാണാൻ വേണ്ടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ പി.കെ. ശ്രീമതി ടീച്ചർ, അതോടൊപ്പം തന്നെ C.S. സുജാത, ഈ രണ്ടുപേർ ഇവിടെ എത്തിയിരുന്നു. കന്യാസ്ത്രീമാരുമായി സംസാരിക്കുകയും പിന്നെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യു.ഡി.എഫിൻ്റെ എംപിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസും ബെന്നി ബെഹനാനും അടക്കമുള്ള യു.ഡി.എഫിൻ്റെ 4 എംപിമാർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഇപ്പോൾ കന്യാസ്ത്രീമാരുമായി സംസാരിച്ചു. കന്യാസ്ത്രീ അതിൽ സിസ്റ്റർ വന്ദന സിസ്റ്റർക്ക് വാതരോഗ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തീർത്തും അവശതയാണ്. അവർക്ക് തറയിൽ കിടത്തിയിരിക്കുകയാണ്. അതാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അവർക്ക് കട്ടിലും മറ്റും നൽകാമെന്ന് ഇപ്പോൾ ജയിൽ അധികൃതർ പറഞ്ഞതായി ഇപ്പോൾ എംപിമാർ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ എംപിമാരും ഇവിടെ സന്ദർശനം നടത്തുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും പി സന്തോഷ് കുമാർ എംപിയും ജോസ് കെ മാണിയും ഇന്നിപ്പോൾ ഇവിടെ ഛത്തീസ്ഗഡിലേക്ക് വീണ്ടും വരികയും ചെയ്യും. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ്, ദുർഗ് ജയിലിലാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ സിബി വിശദാംശങ്ങൾ നൽകിയത്.